ഒരു മഹാമഹം. പെരുന്നാളായിട്ട് രാവിലെ പള്ളിയിലെ എന്താ തിരക്ക്. എന്റെ മലയാറ്റൊരു മുത്തപ്പ, ജനസമുദ്രമാണ്, ജനസമുദ്രം. മീനിടാ ചെറുക്കങ്ങട്ട് ഇങ്ങോട്ട് തന്നെ, ഇവിടെ ഇവിടെ തന്നെ ചേച്ചി, ഞാൻ തൂക്കി തരാം. വെറുതെ ഇല്ലല്ലോ, കാശ് തന്നിട്ടല്ലേ, നീ ഇങ്ങോട്ടെ. നല്ല മീനാച്ചി. ഓ നിന്റെ നല്ല മീൻ, അതും കൂടി അങ്ങോട്ട് ഇട്ടടാ. ഓ ഈ ചെറുക്കന്റെ ഒരു കാര്യം, പള്ളിപ്പെരുന്നാളായിട്ട് ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ വായിലിരിക്കണത് കേൾക്കണമെന്ന് അറിയാമോ? ഓഹോ എടാ ചെറുക്ക, നീ തന്ന മീനിന്റെ വയറ് വീർത്തിരിക്കുവാണല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. പ്രസവം കഴിയുമ്പോ പറയണേ, കുഞ്ഞുമീന് ഉടുപ്പം കൊണ്ട് ഞാൻ വരാം. ഓ പുഴുത്ത മീൻ തന്നിട്ട് അതിലും പുഴുത്ത കൗണ്ടർ പറയുവാണോടാ. എന്തുവാടി അന്നമ്മോ, രാവിലെ തന്നെ മീൻകാരനുമായ ഒരു കശപിശ. എല്ലാത്തിനും തീ പിടിച്ച വിലയല്ലേ അമ്മച്ചി. അല്ലേലും ഇവിടുത്തെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അയാൾക്ക് ഇറച്ചി മീനില്ലാണ്ട് തൊണ്ടേന്ന് കിഴിപോട്ട് ഒരു വക ഇറങ്ങത്തില്ല. എന്നും ഇറച്ചി തിന്നുന്ന സിംഹം പോലും ഒരു ദിവസം ഉപവാസം എടുക്കുന്ന ഞാൻ കേട്ടെ. പക്ഷെ ഈ ദിയാന് ഇന്ന് പിന്നെ പെരുന്നാളല്ലേ അന്നമ്മോ, ഇറച്ചി മീനും ഇല്ലാതെ പറ്റുമോ? നീ ആ പോതീർച്ചയായി 2 കഷ്ണങ്ങൾ എടുത്തേ. ആ ശരി അമ്മച്ചി. അന്നമ്മോ, എടി പെണ്ണേ. ബാബുവേ, പിള്ളേരെന്തേടാ? അവരാ ഐസ്ക്രീം കഴിച്ച് പള്ളിമുറ്റത്ത് നിൽക്കുന്നുണ്ട്. അമ്മച്ചി, ഇത് പള്ളിയിൽ നിന്ന് ലേലം വിളിച്ച് കൊണ്ടുവന്ന കോഴിയാ. ആ കൊള്ളാലോ. അന്നമ്മോ, ഞാൻ കോഴിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തറവാട്ടി പറഞ്ഞ കോഴിയാ. ഓ എന്തായാലും തറവാട്ടുകാർ തിരിച്ചറിഞ്ഞു. എന്തോ അല്ല, അടുപ്പത്തിന്റെ ആയ ആ കൊറേ പുകയായിണ്ട്. എവിടെയോ നല്ല പെണ്ണുങ്ങൾ ഇറച്ചിക്കറി വയ്ക്കുന്നതാണ്. എവിടെയോ നല്ല പെണ്ണുങ്ങളല്ല, ഇവിടുത്തെ പെണ്ണ് ഇറച്ചി വയ്ക്കുന്നതാ. ഇറച്ചിയാ? ഇറച്ചിയപ്പോ വാങ്ങിച്ചു? അത് അങ്കമാരിന്ന് തങ്കച്ചൻ വന്നപ്പോ നല്ല പോർക്ക് കൊണ്ടുവന്നായിരുന്നു, അതാടാ. പോർക്കോ? പോർക്ക് കഴിച്ചിട്ട് എത്ര കാലായി? ആ അത് ശരിയാ. അതാ ത്രേസ്യാമിയല്ലേ? ത്രേസ്യാമോ, എന്തായി പെരുന്നാളാഘോഷം? കളർ ബൾബൊന്നും ഇട്ടില്ലേ? അതിയാൻ അങ്ങ് പോയിട്ട് 10 മാസല്ലേ ആയുള്ളൂ, ആണ്ടായിട്ടില്ലല്ലോ. ഓ, ഞാനിതിപ്പോ എന്തിനാ ചോദിച്ചേ? എന്താ പറ്റി മുഖത്തൊരു മ്ലാനത? അല്ലടാ, അടുത്ത കൊല്ലത്തെ പെരുന്നാളിന് ഞാനിനി ഉണ്ടാവോ ആവോ? ഇത് പുണ്യാളാ. പിന്നല്ലാണ്ട് അടുത്ത കൊല്ലമോ? അപ്പൊ ബാക്കിയോ? മിനിമം ഒരു 50 വർഷത്തെ പെരുന്നാളുകൾ കൂടാതെ അമ്മച്ചി എങ്ങും പോകത്തില്ല. ഒന്ന് പോടാ ചെറുക്ക, കളി പറയാണ്ട്. ആ വക്കീലിന്റെ കൂടെ പെരുന്നാള് കേമ, അത് പിന്നെ പുതുമോടി പെരുന്നാളാണല്ലോ. മരുമോനൊക്കെ പോറിനീന്ന് വന്നിണ്ടെന്ന്. അല്ലേലും ഈ കൊല്ലത്തെ പെരുന്നാള് പ്രവാസികൾ ഏറ്റെടുത്ത് നടത്തുന്നതാണല്ലോ. ഈ കൊല്ലം പെരുന്നാൾ പൊളിക്കും. നോട്ടീസ് കണ്ടിരുന്നോ? എന്തെല്ലാം പരിപാടികളാണ്. ഈ പെരുന്നാളിനെങ്കിലും പിള്ളേരും പേരക്കുട്ടികളുമായി കൂടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും തിരക്ക് തന്നെ. അമ്മച്ചി, ഈ പോത്തിറച്ചിയുടെ ഉപ്പൊന്ന് നോക്കിയേ. നെയ്യ് കളഞ്ഞ് വേഗം കൂട്ടി കൊണ്ടുവന്നേക്ക. എന്തിനു കൊള്ളാ ഇത്? ഓ അമ്മച്ചിയുടെ പ്രായമുള്ള പോത്താ, പിന്നെ ഞാൻ എന്ത് കാട്ടാനാ? അമ്മച്ചി, ആരാത്? ദേ സൂസിമോളും പിള്ളേരും. അമ്മച്ചി, ഇത് സാപവും കുടുംബമുണ്ട്.
അമ്മച്ചിയെ അളിയനെന്തേ? ലീവ് കിട്ടിയില്ല വല്യേട്ടാ. ഇപ്പൊ സന്തോഷായില്ലേ അമ്മച്ചി? ആ പിന്നെ എങ്ങനെയുണ്ടായി മക്കളെ നിങ്ങളുടെ വിമാനയാത്രയൊക്കെ? അമ്മച്ചി ഒരുക്കങ്ങളൊക്കെ എന്തായി? എല്ലാരും വായോ മക്കളെ. അന്നമോ ഇത് ആരൊക്കെ വന്നേന്ന് നോക്കിയേ. നാത്തൂനെ small pieces, take onion, cut small pieces, put chili chutney, put it in the അടുപ്പ്, put some coconut oil, put some കടുകുപൊടി, little കറിവേപ്പില, കടുകറ. നിങ്ങളിവിടെ റീൽസ് എടുത്തോണ്ടിരുന്നോ? എല്ലാവരും പള്ളിയിൽ പോയി. വാ നമുക്ക് പോവാം. വിഷ്ണുവേട്ടാ, പള്ളിയിൽ നേർച്ചിടാനുള്ള പൈസ എടുക്കാൻ മറക്കണ്ട. ആ വാതിലടച്ച താക്കോല് ചവിട്ടിനിടയിൽ വെക്കിട്ടാ. ഓ നീയൊന്നും പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അതെ, ആ നിക്കണ നീലശാട്ടുകാരൻ കേൾക്കുന്ന തോന്നണേ. ഹേയ്, അത് ബംഗാളിയാ, മനസ്സിലായിണ്ടാവില്ല. അല്ലെങ്കിൽ ചേട്ടാ താക്കോല് കയ്യിലെടുത്തോ. വാ പോവാം. പാത്തുട്ടി, ഉപ്പ ഞമ്മക്ക് ടോയ്കൾ വാങ്ങാൻ പൈസ തന്നിട്ടുണ്ട്. പിന്നൊരു കാര്യം,
എനിക്ക് മുഖം കാണുന്നത് ഈ കണ്ടീഷൻ എനിക്കോ എനിക്ക് അപ്പൊ ഞാൻ എടുത്ത് 100 കൊടുക്കുന്നുണ്ട്. ജോബിച്ച് നോക്കണ്ട.
പിറന്നാൾ ആശംസകൾ. കലാപരിപാടികൾക്ക് തുടക്കമായി. ആദ്യമായി പ്രാർത്ഥനയോടുകൂടി രംഗപൂജ. തിക്കിലും തിരക്കിലും പെട്ട് നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. Shama